السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനം നിറഞ്ഞ ഉസ്താദ്, മറ്റു സ്നേഹം നിറഞ്ഞ ഉമ്മമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവർ എല്ലാവർക്കും വലിയ റഹ്മത്തുകളും ബറക്കത്തും അല്ലാഹു തആല ചൊരിയട്ടെ. സാധാരണ പോലെയുള്ള ഒരു ക്ലാസ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് തികച്ചും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കെത്തുന്ന ഒരു മഹത്തായ ഒരു ദർസി ആരംഭമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്സുഫ എന്ന ആ മഹത്തരമായിട്ടുള്ള അന്ന് കാലത്തുള്ള ആ ദർസിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ആ ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബത്തിന്, അവിടുത്തെ സ്വഹാബത്തിന് ഓതിക്കൊടുത്ത ആ അറിവിൻ്റെ ശകലങ്ങൾ പിന്നീട് താബീഈങ്ങളിലേക്കെത്തി. അങ്ങനെ ശേഷം അത് താബീങ്ങളിലേക്കെത്തി. അങ്ങനെ അണമുറിയാതെ അലിമീങ്ങളാൽ കൈമാറി നമ്മിലേക്കും മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തിരുമുത്തുകൾ, ആ പവിയമുത്തുകൾ, ആ ശ്രേഷ്ഠമായ മനുഷ്യൻ്റെ ഹൃദയങ്ങളെ തൊട്ടുണർത്തുന്ന, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന, നമ്മുടെ മ്ലേച്ഛമായിട്ടുള്ള ചിന്തകളും ദുശ്ചെയ്തികളുമൊക്കെ മാറുന്ന രൂപത്തിലുള്ള നല്ല കിടയറ്റ അറിവിൻ മുത്തുകൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ഉസ്താദുമാർ മുഖേന നമുക്കെത്തി. ആ അറിവ് പകർന്നു തരാൻ വേണ്ടി, അത് കേൾക്കാൻ വേണ്ടി വന്ന ഈ മജ്ലിസ് എന്തുകൊണ്ടും മഹത്തരമാണ്. അതുകൊണ്ട് ഏത് അമലും സ്വീകരിക്കണമെങ്കിൽ, ഏത് പ്രവർത്തനങ്ങളും സ്വീകരിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് നല്ല നിയ്യത്തുകളാണ്. ഇൽമിൻ്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ അത് റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗീയ പൂന്തോപ്പാണ്. ഇതിൻ്റെയൊക്കെ പ്രാധാന്യം നമ്മൾ മരിച്ചതിന് ശേഷം നമുക്ക് ബോധ്യപ്പെടും. മറ്റുള്ളതൊന്നും ഈ ദുനിയാവിൽ നിന്ന് കൊണ്ടുപോകാനുള്ളതല്ല. നല്ല സ്വാലിഹാത്തായ അമാലുകളാണ് നമുക്ക് ഉപകരിക്കുകയുള്ളൂ. അത് മാത്രമേ നമുക്ക് ആഖിറ ലോകത്തേക്ക് ഉപകരിക്കുന്ന അസ്തമിക്കാത്ത അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ നല്ല നിയ്യത്തുകൾ ശരിപ്പെടുത്തി ഈ മജ്ലിസിരിക്കുക, റബ്ബിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തൃപ്തി ലഭിക്കാൻ വേണ്ടി, ആ വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നാഥൻ ഇത് കബൂലാക്കട്ടെ. ഇനി ഉസ്താദ് ചൊല്ലിത്തന്നതുപോലെ കൂടെ ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. اللهم رب يسر
ولا تعسر رب زدنا علما وحلما وفهما وعقلا وأدبا وإيمانا كاملا رب تمم بالخير والسعادة ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ ഓതാൻ പോകുന്ന ഈ ഗ്രന്ഥം മഹാനായ സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ് രചിച്ച, നമ്മുടെ ഉമ്മമാർക്കും സാധാരണക്കാർക്കും ഉൾക്കൊള്ളാൻ ഉപകരിക്കുന്ന, നമ്മുടെ മനസ്സിനെ തൊട്ടുരുമ്മി നമ്മുടെ മനസ്സിനെ സംസ്കരിച്ചെടുക്കുന്ന നല്ല ആശയങ്ങൾ സമ്പന്നമായിട്ടുള്ള ഒരു വലിയ കൃതി തന്നെയാണ് അൽ വജീസു ഫി ഹദീ നബിയിൽ മെഹബൂബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പേര്. വിശാലമായ സമയമില്ല, എന്നാൽ നമുക്കിതിൽ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ, നമ്മുടെ ജീവിതത്തിൽ ചേർത്തി വെക്കാനുള്ള പോയിൻ്റുകളാണ് നമ്മൾ പറയുന്നത്. ഇത് കേവലം കേട്ടുപോകാനുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ ഉൾച്ചേർത്ത് നമുക്ക് വലിയ പ്രതിഫലങ്ങൾ വാങ്ങിക്കൂട്ടാൻ ഉപകരിക്കുന്ന ഒരു ക്ലാസ്സാണ്. അദ്ദർസുൽ അവ്വലു അർ-റഹ്മ. റഹ്മ എന്ന് പറഞ്ഞാൽ സാധാരണ രൂപത്തിൽ പറയുകയാണ് കരുണ എന്നാണ് പറയുക. നമ്മൾ കേട്ടിട്ടുണ്ടാവും കരുണയുടെ റസൂൽ, കാരുണ്യത്തിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാരുണ്യം എന്ന് പറഞ്ഞാൽ ആ കാരുണ്യം കൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനകോടികളുടെ മനസ്സിൽ ഇടം പിടിച്ചത്. ഹബീബായ തങ്ങൾ വരുന്ന സമയത്ത് ആ നാട്ടുകാർ ഒരുപാട് പ്രശ്നങ്ങളിലകപ്പെട്ട്, ഒരുപാട് താന്തോന്നിത്തരങ്ങൾ ചെയ്ത്, റബ്ബ് പൊരുത്തപ്പെടാത്ത രൂപത്തിൽ നടന്ന്, ഹൃദയം കറുത്തിരുണ്ട്, അത്രമേൽ ദുഷ്കരമായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെളുത്ത ഹൃദയം, ആരാരും കൊതിച്ചു പോകുന്ന ആ മണിമുത്ത് രത്നം, വിശ്വശ്രേഷ്ഠർ നബി പൂങ്കവർ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നു. ഒരുപാട് ശത്രുക്കൾ പോലും വിളിക്കുന്നു, ശത്രുവായിരിക്കത്തെ തന്നെ വിളിക്കുന്നു. അൽ അമീൻ, അൽ അമീൻ എന്നാണ് ആരംഭത്തങ്ങളെ പരിചയപ്പെടുത്തിയത്. മുഹമ്മദ് എന്ന പദത്തിനർത്ഥം സ്തുതിക്കപ്പെട്ടവൻ എന്നാണ്. ശത്രു മുഹമ്മദിൻ്റെ തലയെടുക്കണം എന്ന് പറഞ്ഞാൽ പോലും അറിയാതെ പറഞ്ഞു പോകുന്നു സ്തുതിക്കപ്പെട്ടവൻ്റെ തലയെടുക്കണമെന്ന്. അത് വലിയൊരു ഹിക്മത്താണ്. ആ പേരിൽ തന്നെ വലിയ അജബാണ്. ആ പേര് തന്നെ കാരുണ്യത്തിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെച്ചതുകൊണ്ട് സ്തുതിക്കപ്പെട്ട മനുഷ്യൻ മാത്രമല്ല, എല്ലാവരാലും സ്തുതിക്കപ്പെട്ട ആ വിശ്വശേഷ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യം കൊണ്ടാണ് അത്രയും ആളുകളെ തൻ്റെ കാൽ കീഴിലാക്കിയത്. ഒരുപാട് പ്രസംഗങ്ങളോ ഒരുപാട് എഴുത്തുകളോ ഒന്നും ആയിരുന്നില്ല. ആ തിരുദൂതർ തങ്ങൾ നല്ല റഹ്മത്തോടുകൂടി, കാരുണ്യത്തോടുകൂടി എല്ലാവരെയും പരിഗണിച്ചു എന്നതാണ്. ആ സമീപനം കൊണ്ടാണ് അത്രയും ആളുകൾ ആ തിരുദൂതറിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അറിയാതെ അലിഞ്ഞിരുന്നു പോയത്. അർ-റഹ്മത്തു മിൻ അജല്ലി അഖ്ലാഖിൽ ഇസ്ലാം. ഇസ്ലാമിൻ്റെ ഏറ്റവും മഹത്തരമായ സ്വഭാവ ഗുണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റഹ്മത്ത് എന്നുള്ളത്. ഒരാൾക്ക് ഒരു ജീവിയോടും, ഈ ഒരു മനുഷ്യനോടും, ഉമ്മയോടും വാപ്പയോടും ഭാര്യയോടും കുട്ടിയോടും അയൽവാസിയോടും ഒരു കാരുണ്യമില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാമിൻ്റെ ഒരു അംശം പോലും ഇല്ല എന്നുള്ളതാണ്. റഹ്മത്തുണ്ടോ? റഹ്മത്ത് വേണം. റഹ്മത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇസ്ലാമിൽ. അപ്പോൾ
നമ്മുടെ സ്വഭാവം നേരാവണമെങ്കിൽ കഠിനമായിട്ടുള്ള ഹൃദയം നമുക്കൊരിക്കലും പറ്റൂല. ആർക്കും ഇഷ്ടമില്ല. കഠിന ഹൃദയരെ ആരും ഇഷ്ടപ്പെടില്ല. പരുക്കമായി സംസാരിക്കുന്ന ആളുകളെ ഒരു മനുഷ്യൻക്കും വേണ്ട. പരുക്കമായി പെരുമാറുന്ന ആളുകളെ ജീവികൾ പോലും ഇഷ്ടപ്പെടില്ല. ഒരു പൂച്ചയെ കാണുമ്പോൾ അല്ലെങ്കിൽ പട്ടിയെ കാണുമ്പോൾ കല്ലെടുത്ത് അല്ലെങ്കിൽ വടിയെടുത്ത് എപ്പോഴും അടിക്കുന്ന ഒരാളെ ആ മിണ്ടാപ്രാണിയായ ജീവി ഇഷ്ടപ്പെടുമോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ഇഷ്ടപ്പെടില്ല. ജീവൻ തുടിപ്പുള്ള ആരും, കാരുണ്യമില്ലാത്ത ആരും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് കാരുണ്യം അത് ഇസ്ലാമിൻ്റെ ഒരു സ്വഭാവമാണ്. വഹിയ അരിഫ്ഖു ബിന്നാസ്, ജനങ്ങളോട് നല്ല സൗമ്യതയോടുകൂടി പെരുമാറണം, നല്ല സൗമ്യശീലരായിരിക്കണം. വല്ലിഹ്സാനു ഇലൈഹിം, മറ്റുള്ള ആളുകളോട് നിങ്ങൾ പരോപകാരം ചെയ്യണേ. മറ്റുള്ള ആളുകളെ കാണുമ്പോൾ അവർക്കൊന്നും കൊടുക്കേണ്ടതില്ല, അതെങ്കിലും കൊടുക്കാതിരിക്കാനുള്ള ചിന്തയല്ല നമുക്ക് വേണ്ടത്. ആരെങ്കിലും കൊടുക്കുന്ന സമയത്ത് അതെങ്കിലും തടസ്സപ്പെടുത്താനുള്ള ചിന്തയല്ല നമുക്ക് വേണ്ടത്. മറിച്ച് അവൻക്കും അത് ഉപകരിക്കട്ടെ എന്ന രൂപത്തിലുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത്. അപ്പോഴാണ് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഗുണം ചെയ്യുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഗുണം ചെയ്യുന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. എൻ്റെയും നിങ്ങളുടെയും, നിങ്ങൾ കാണുന്ന ഈ പ്രപഞ്ചത്തിൻ്റെയും, നിങ്ങൾ കണ്ണു തുറന്ന് കാണുന്ന എന്തുണ്ടോ ഈ ലോകത്ത്, ആ ജീവികളുടെയും ഒക്കെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹിൻ്റെ മഹിതമായ സ്വഭാവമായിരുന്നു എല്ലാവരോടും കരുണയുണ്ടാവുക എന്നുള്ളത്. അതല്ലേ ഖുർആനിലൂടെ പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ഓ തങ്ങളെ, അങ്ങയെ ലോകർക്ക് റഹ്മത്തായിട്ടല്ലാതെ അയച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ കൽബകത്ത് വേദനിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, ആളുകളോട് പറയാൻ മടിക്കുന്ന പ്രയാസങ്ങളുണ്ടോ എങ്കിൽ പരിഹാരമുണ്ട്. ത്വഹ റസൂലുള്ളാഹി. ആ മദീനയിൽ ഹബീബായ തങ്ങളുണ്ട്. ആ ഹബീബ് വഫാത്തിൻ്റെ നേരത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിനെ ഓർത്തിട്ടാണ് കരഞ്ഞതെങ്കിൽ ആ ഹബീബിന് നമ്മോട് വല്ലാത്ത സ്നേഹമാണ്. അതല്ലേ ഹദീസിലൂടെ നമ്മൾ പഠിച്ചത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ ഉമ്മയെക്കാളും നിങ്ങളുടെ ഉപ്പയെക്കാളും മറ്റുള്ള ഇഷ്ടജനങ്ങളെക്കാളും ഉപരി നിങ്ങളുടെ സ്നേഹപ്രേമങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് പതിച്ചിടൂ. അല്ലാത്ത പക്ഷം നമ്മളാരും മുഅ്മിനാവുകയില്ല. ഹബീബായ തങ്ങളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, സ്വലാത്ത് മജ്ലിസിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്, ഒരുപാട് സ്വലാത്തുകൾ ഞാൻ ചൊല്ലുന്നുണ്ട്, എന്നിട്ട് നമ്മുടെ വാദം അതെ ഞാൻ ഹബീബിനെ തങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണോ? എങ്കിൽ നിങ്ങളറിയണേ, ഹബീബായ തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ത്വാഅത്താണ്. എൻ്റെ ഹബീബ് ഇഷ്ടപ്പെട്ട കോലത്തിൽ നമ്മൾ ജീവിക്കണം. ഹബീബ് നടന്ന പോലെ ഹബീബ് ശരിയിലേക്ക് നടന്നു. ഹബീബ് ശരികേടിനെതിരെ തിരിഞ്ഞു. ആ രൂപത്തിലുള്ള അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹബീബായ തങ്ങൾ വെറുത്ത കാര്യങ്ങളിൽ നിന്ന്, ഓ ഉമ്മമാരേ,
നമ്മളത് കണ്ടുപോകരുത്. നമ്മൾ അത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു പോകരുത്. തങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കേട്ടുപോകരുത്. ഹബീബിന് അത് വല്ലാത്ത പ്രയാസമാണ്. അല്ലാഹു തആല റഹീമുൻ ബിഇബാദിഹി. കാരുണ്യവാനായ അല്ലാഹു തആല അവൻ്റെ അടിയാറുകളോട് നല്ല റഹ്മത്തുള്ള ആളാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ആ പ്രയാസങ്ങളിലെല്ലാം അല്ലാഹുവിന് നിങ്ങൾ ദിക്ർ ചൊല്ലണേ. അങ്ങനെ ചൊല്ലി ചൊല്ലി ദിക്റുകൾ ചൊല്ലുമ്പോൾ ഖൽബിൽ വല്ലാത്ത കുളിര് കിട്ടും. സ്വലാത്തുകൾ ചൊല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിന് വല്ലാത്ത ആശ്വാസം കിട്ടുന്നുണ്ടല്ലേ? അതെ, അത് ഹബീബിൻ്റെ റഹ്മത്തിൻ്റെ കാരണമാണ്. അങ്ങനെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കും. വസിഅത് റഹ്മതുഹു കുല്ല ശൈ. അല്ലാഹുവിൻ്റെ റഹ്മത്ത് എല്ലാ കാര്യങ്ങളിലും വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അതല്ലേ ഖുർആനിലൂടെ സൂറത്തുൽ അഅറാഫിലെ 156-ാമത്തെ സൂക്തം നമ്മെ പഠിപ്പിക്കുന്നത് വറഹ്മതി വസിഅത് കുല്ല ശൈ. എൻ്റെ റഹ്മത്ത്, എൻ്റെ കാരുണ്യം, വസിഅത് കുല്ല ശൈ, എല്ലാ കാര്യങ്ങളിലും വ്യാപിച്ച് കിടക്കുന്നുണ്ട്. എൻ്റെ റഹ്മത്ത് കാരണമാണ് ഈ ലോകം തന്നെ ഉണ്ടായത്. അതാ റഹ്മത്ത് കാരണമാണ് ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ആ വലിയ റഹ്മത്ത് നമുക്ക് അല്ലാഹു തആല തന്നു. അത് കാരണമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കാരണമായത്. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർഹമൻ നാസ്. ജനങ്ങളിൽ ഏറ്റവും നല്ല കാരുണ്യമുള്ളതാരാണ്? അത് ഹബീബായ തങ്ങളാണ്. നിങ്ങൾ ഈ ഇഹലോകത്ത് ജീവിക്കുമ്പോൾ കാണുന്നുണ്ടല്ലേ, ഒരുപാട് സാമൂഹിക പ്രവർത്തകരെ നിങ്ങൾ കാണുന്നുണ്ട്. ഒരുപാട് കിറ്റ് വിതരണം ചെയ്യുന്ന ആളുകളെ കാണുന്നുണ്ട്. ഒരുപാട് പണം കൊടുക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. ചോറ് കൊടുക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. മറ്റു ഭക്ഷണങ്ങൾ കൊടുക്കുന്ന ആളുകളുണ്ട്. അതെല്ലാം അവർ നൽകുന്നത് ആ ഹബീബായ തങ്ങൾ ഓർത്തിട്ടാണ്. ആരെങ്കിലും നിങ്ങൾക്ക് റഹ്മത്ത് ഇവിടെ നല്ല രൂപേണ സല്ലക്ഷ്യം രൂപേണ അവരുടെ ആഖിറം വെളിച്ചത്തിലാവാൻ വേണ്ടി നൽകുന്നുണ്ടെങ്കിൽ അത് ആ മദീനയിലെ തങ്ങൾ ഓർത്തിട്ടാണ്. റഫീഖൻ ബി അസ്ഹാബിഹി. ഹബീബായ തങ്ങൾ സ്വന്തക്കാരോട് വല്ലാത്ത കാരുണ്യമുള്ള ആളാണ്. ചില ആളുകളുണ്ട് വീട്ടിലുള്ള അടുപ്പമുള്ള സ്വന്തം ഉമ്മക്കും ഉപ്പക്കും അല്ലെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലെങ്കിൽ കുട്ടികൾക്കൊന്നും കൊടുക്കാതെ ദൂരെയുള്ള ആളുകളിലേക്ക് സമ്പാദ്യം കൊടുക്കുന്നത്, അവിടെ വലിയ രൂപത്തിൽ ചെലവഴിക്കുന്നത്, സ്വന്തക്കാർക്കൊന്നും കൊടുക്കാതെ ദൂരെയുള്ള ആളുകളിലേക്ക് കൊടുക്കുന്ന ഒരു രൂപം. അങ്ങനെയല്ല. റഫീഖൻ ബി അസ്ഹാബിഹി. ഹബീബായ തങ്ങൾ സ്വന്തം അനുചരന്മാരെ, സ്വന്തം സഹാബത്തിനോട് നല്ല റഹ്മത്തുള്ള ആളായിരുന്നു. റഹീമൻ ബി സിഗാർ. കുട്ടികളാണ് വെച്ചിട്ട് മാറ്റി നിർത്തൂല. ചെറിയ കുട്ടികളല്ലേ, ഓൽക്കൊന്നും കൊടുക്കണ്ട എന്ന രൂപത്തിലുള്ള ചിന്തയല്ല. റഹീമൻ ബി സിഗാർ. ചെറിയ ആളുകളാണെങ്കിലും വല്ലാത്ത പരിഗണന, വല്ലാത്ത റഹ്മത്ത്. വൽ കിബാർ. വലിയ ആളുകളോടും വല്ലാത്ത റഹ്മത്തുള്ളവരാണ് ആരംഭ റസൂലുള്ളാഹി. എത്രത്തോളം? ഹത്താ ബിൽ ഹയവാൻ. ഹത്താ ബിൽ ഹയവാൻ. മനുഷ്യരോടൊന്ന് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള മിണ്ടാപ്രാണികളായ ജീവികളെയും നമ്മൾ പരിഗണിക്കണം. നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് ജീവികളുണ്ട്. ആട്, പോത്ത്, പട്ടി, പ്രാവ്, മറ്റു കാക്ക, ഒരുപാട് ജീവികൾ നമുക്ക് കാണാൻ പറ്റും. ആ ജീവികളൊക്കെ പരിഗണിച്ചിരുന്നു ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിദാലിക അസ്നല്ലാഹു അലൈഹി ഫഖാല ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. സൂറത്തുൽ ആൽ ഇംറാനിലെ 159-ാമത്തെ സൂക്തമാണ്.
ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, നിങ്ങൾക്ക് എൻ്റെ കാരുണ്യം കൊണ്ടാണ് നിങ്ങൾക്ക് ആളുകളോട് ലയ്യിനായിട്ട് പെരുമാറാൻ സാധിച്ചത്. ലയ്യിന് പറഞ്ഞാൽ എന്താണ്? സൗമ്യമായി പെരുമാറുക. സൗമ്യമായി പെരുമാറുന്ന ആളുകളെ കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്ത് അവരിൽ എത്തിയിട്ടുണ്ട് എന്ന്. പരുക്കമായി സംസാരിക്കുക, എന്തു പറഞ്ഞാലും ചൂടാവുക, ആ സ്വഭാവം മുഅ്മിന് ചേർന്നതല്ല എന്ന് നമ്മൾ ആദ്യം പഠിച്ചു. ഹബീബായ തങ്ങൾ ആലിമ്രാൻ സൂറത്തിൻ്റെ ഈ സൂക്തത്തിൻ്റെ ബാക്കി ഭാഗത്തിൽ കാണാം, നിങ്ങൾ പരുക്കമായി സംസാരിക്കുന്ന ആളാണെന്നെങ്കിൽ, വല്ലാത്ത ഹൃദയ കാഠിന്യത്തോടുകൂടി പെരുമാറാണ് ആളാണെങ്കിൽ ഒരാൾ പോലും നിങ്ങളോട് കടുക്കൂലായിരുന്നു. നമ്മുടെ ചുറ്റുഭാഗത്ത്, നിങ്ങളെ ചുറ്റുഭാഗത്തുനിന്ന് എല്ലാവരും വിദൂരത്തായി പോകുമായിരുന്നു എന്ന് ആലിമ്രാൻ സൂറത്തിന് 159 സൂക്തത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇനിയാണ് ഹദീസിൻ്റെ പ്രഥമ ഭാഗം. ഇത് നമ്മൾ നല്ലോണം കേൾക്കേണ്ടതാണ്. അൻ അബ്ദില്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഹദീസ് പഠിക്കാൻ വേണ്ടി ആരംഭ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്തേക്ക് വന്നു. ആ സമയത്ത് ഹബീബായ തങ്ങൾ ആദ്യം പറഞ്ഞു കൊടുത്ത ഹദീസ് ഏതാണ്? അർറഹിമൂന യർഹമുഹുർ റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ആരംഭ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അർറഹിമൂൻ, അതേ റഹ്മത്ത് ചെയ്യുന്ന ആളുകൾ, യർഹമുഹുർ റഹ്മാൻ, അവർക്ക് ജഗന്നിയന്താവായ ഈ ലോകം അടക്കി ഭരിക്കുന്ന റഹ്മാനായ റബ്ബ് അവർക്ക് വല്ലാത്ത കാരുണ്യം ചെയ്യും. അതുകൊണ്ട് ഇർഹമോ, നിങ്ങൾ റഹ്മത്ത് ചെയ്തോളൂ, നിങ്ങൾ കരുണയുള്ളവരായിക്കോളൂ, നിങ്ങൾ സൗമ്യമുള്ളവരായിക്കോളൂ, നിങ്ങൾ പരുക്ക സ്വഭാവത്തെ മാറ്റിവെച്ചോളൂ, നിങ്ങൾ ദുശ്ചിന്തകളോടുകൂടി ചൂടായി ആളുകളെ അകറ്റുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ, അത്തരത്തിലുള്ള സമീപനങ്ങൾ മാറ്റിവെച്ചോളൂ. മൻ ഫിൽ അർള്, ഈ ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ റഹ്മത്ത് ചെയ്യൂ. അപ്പോൾ യർഹംകും മൻ ഫിസ് സമാ, അതേ ഈ ആകാശത്തിൻ്റെ അധിപനായ റഹ്മാനായ റബ്ബ് നമുക്ക് റഹ്മത്ത് ചെയ്യും. നമ്മൾ ഭൂമിയിലുള്ള എല്ലാ ജീവികളെയും എല്ലാ മനുഷ്യന്മാരെയും പരിഗണിച്ചാൽ അല്ലാഹു തആല നമുക്ക് റഹ്മത്ത് ചെയ്യും. പരിഗണന എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും ഇഷ്ടമുള്ള കാര്യമാണ്. നമുക്ക് പരിഗണിക്കാം, പരിഗണിക്കാതിരിക്കാം, എന്നാലും അവഗണിക്കേണ്ടതില്ലല്ലോ. പരിഗണിച്ചൂടെ? ഇനി പരിഗണിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പരിഗണിക്കാതിരിക്കാം എന്നും ചെയ്യാം. പക്ഷേ ഒരാളെ നമ്മൾ അവഗണിക്കേണ്ടതില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഒഴികെ നമ്മൾ എല്ലാ ആളുകളോടും നല്ല രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ, അത് ഇസ്ലാമിൻ്റെ സ്വഭാവമാണ്. എല്ലാവരെയും കാണുമ്പോൾ ഒരു ചെറു പുഞ്ചിരി, അത് ഇസ്ലാമിൻ്റെ സ്വഭാവമാണ്. തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമ്മൾ ചിരിച്ചാൽ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നമുക്ക് ആ സ്വഭാവത്തിലൂടെ നമ്മുടെ സഹോദരിയോട് ചിരിക്കാം. ആരെങ്കിലും കുടുംബ ബന്ധങ്ങളൊക്കെ മുറിച്ച് നിലവിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അടുപ്പിക്കണം. എന്തെങ്കിലും വാക്കുകളോ എന്തെങ്കിലും പ്രയാസങ്ങളോ, എന്തെങ്കിലും മനുഷ്യനാണ്, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരും. കാരണം മനുഷ്യ സമ്പൂർണ്ണമല്ലല്ലോ, പ്രശ്നങ്ങളൊക്കെ വരും. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ, അങ്ങനെ പരിഹരിച്ച് നമുക്ക് മരിക്കണം എന്ന ഒരു ബോധം നമ്മിലുണ്ടാവണം. മരിക്കണം എന്ന ബോധം വേണം. അതാണ് അക്സിറൂ മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. നിങ്ങൾക്ക് കൂട്ടം കൂടിയിരുന്ന് ചിരിച്ച് സംസാരിക്കുമ്പോൾ വല്ലാത്ത കുളിരുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ വല്ലാത്ത ആശ്വാസമുണ്ട്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും
ആളുകളുമായി മറ്റുള്ള ആളുകളുടെ കുറ്റം പറയുമ്പോൾ മനസ്സൊക്കെ ഒരു കുളിര് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ സഹപ്രവർത്തകയെക്കുറിച്ച് അല്ലെങ്കിൽ കൂട്ടുകാരിയെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ വല്ലാത്തൊരു വേറൊരു മനോഭാവം ലഭിക്കുന്നുണ്ട്. എന്നാൽ ആ രസങ്ങളൊക്കെ മുറിച്ച് കളയുന്ന മരണം വരാനുണ്ട്. ഒരാളെയും ഇല്ലാത്തത് പ്രചരിപ്പിച്ച് നടക്കേണ്ടതില്ല. നമ്മുടെ വാക്കും നോക്കും നമ്മുടെ പോക്കും ഒക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ വാക്കുകൾ എല്ലാം സൂക്ഷിച്ചുപയോഗിക്കണം. തഖ്വ ഉള്ള ആളുകൾ വിജയിച്ചിരിക്കുന്നു. നല്ല സൂക്ഷ്മത വേണം നമ്മുടെ വാക്കിൽ. എൻ്റെ വാക്ക് അപരനെ വേദനിപ്പിക്കുന്നതാകരുത്, അല്ലെങ്കിൽ അവളെ വേദനിപ്പിക്കുന്നതാവരുത്, അല്ലെങ്കിൽ അവനെ വേദനിപ്പിക്കുന്നവനാതാവരുത് എന്ന ഒരു ചിന്ത നമ്മിൽ വേണം. അക്സിറൂ മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. സർവരസങ്ങളെയും മുറിച്ച് കളയുന്ന മരണം എന്ന സത്യം വരാനുണ്ട്. ജനിച്ചാൽ മരണം ഉറപ്പാണ്. ജനിച്ചാൽ മരണം ഉറപ്പാണ്. ആ മരണം എന്തായാലും സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ ആ മരിക്കൂല എന്നൊരാളും വിചാരിച്ച് നടക്കേണ്ടതില്ല. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അല്ലാഹു തആലയുമായി എല്ലാ പ്രശ്നങ്ങളും എന്തെങ്കിലും അരുതായ്മകൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊറുപ്പിച്ച് മരണത്തിന് വേണ്ടി ഒരുങ്ങണം. അക്സിറൂ മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. സർവരസങ്ങളെയും മുറിച്ച് കളയുന്ന മരണസ്മരണ. മരണത്തെ ഓർക്കണം, മരണത്തെ സ്മരിക്കുന്നതിന് നിങ്ങൾ അധികരിപ്പിക്കണം എന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആളുകളോടൊക്കെ നല്ല റഹ്മത്തുള്ളവരായി മാറണം. അപ്പോൾ ലോകത്തിൻ്റെ ഈ ആകാശത്തിൻ്റെ അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് റഹ്മത്തുകൾ ചൊരിയും. يعلمنا النبي صلى الله عليه وسلم في هذا الحديث أن من يرحم الناس يرحمه الله تعالى. നിങ്ങൾ ജനങ്ങളോട് നല്ല കാരുണ്യത്തോടെ നല്ല സൗമ്യതയോടെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു തആല റഹ്മത്ത് ചൊരിയും. ഫൽ മുസ്ലിമിൻ്റെ കാര്യം പറയാണ്, യകൂനു റഹീമൻ ബി വാലിദൈഹി. മുസ്ലിം എങ്ങനെ ഇക്കാരം? വാലിദൈഹി മാതാപിതാക്കളോട് നല്ല കാരുണ്യമുള്ള ആളുകളായിരിക്കും മുസ്ലിം. മാത്രമല്ല വാഹ്ലിഹി കുടുംബക്കാരോട് നല്ല രൂപത്തിലേക്കാറാം. കുടുംബക്കാരോടൊക്കെ പിണക്കത്തില, അയൽവാസിയോടൊക്കെ വല്ലാത്ത ഇണക്കത്തില. അങ്ങനെ പറ്റൂല. സ്വന്തം കുടുംബക്കാരെയും ചേർത്തി പിടിച്ച് പിണക്കങ്ങളൊക്കെ മാറ്റി നിർത്തി ഇണക്കങ്ങളാവണം നമ്മുടെ സ്വഭാവം. അതാണ് മുഅ്മിനിൻ്റെ സ്വഭാവം. മാത്രമല്ല വജീറാനിഹി അയൽവാസികളോട് പടവെട്ടരുത്. അയൽവാസികളല്ലേ പ്രശ്നങ്ങൾ ഇപ്പം വന്നേക്കാം, അവർക്കും വന്നേക്കാം നമുക്കും വന്നേക്കാം. എന്നാലും പുറത്തു കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ അമലാണ്. അതിനും പ്രതിഫലം ഇസ്ലാമിലുണ്ട്. വൽഫുഖറായി പാവപ്പെട്ട ആളുകളുണ്ടാവും. നമ്മുടെ മുറ്റത്ത് വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പണമൊന്നും വേണ്ട, എനിക്കല്പം വസ്ത്രങ്ങൾ വാങ്ങിത്തന്നാൽ മതി, അല്ലെങ്കിൽ ഭക്ഷണ സാമഗ്രികൾ വാങ്ങിത്തന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ കഴിവുള്ളവരൊക്കെ സഹായിച്ചാൽ അതും റഹ്മത്തിൻ്റെ റഹ്മത്തുള്ള മനസ്സുകളുടെ ഒരു സ്വഭാവമാണ്. വസ്യാരി ചെറിയ ആളുകളോട് വൽഹത്ത ബിൽ ഹയവാൻ വറഹ്മത്തു സബബുൽ ലിമഹബ്ബത്തിന്നാസ്. നിങ്ങൾക്ക് ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടണോ? എല്ലാവർക്കും ആഗ്രഹമാണ്, എല്ലാവർക്കും ഇന്നോട് നല്ല ഇഷ്ടം ഉണ്ടാവണം എന്ന് ഏത് മനസ്സും കൊതിച്ചു പോകുന്നതാണ്. എന്നാൽ അതിനുള്ളൊരു മാന്ത്രിക വിദ്യയാണ് റഹ്മത്തുള്ള സ്വഭാവം ഉണ്ടാവുക, നല്ല കാരുണ്യം ഉണ്ടാവുക, സൗമ്യമായി പെരുമാറുക എന്ന മഹത്തരമായ സ്വഭാവം. പിന്നെ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ വല്ലാത്ത ആശയാണ്. അതിനും നിദാനമാണ് ഈ റഹ്മത്ത്, കാരുണ്യം എന്നുള്ളത്. ഇനി റഹ്മത്ത് കൊണ്ടുള്ള നേട്ടങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ ഒന്ന് അക്കമിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം. എന്താണ്? ഒന്ന്, അർ-റഹ്മതു മിൻ അഅ്ളമി അഖ്ലാഖിൽ മുസ്ലിം. മുസ്ലിമിൻ്റെ ഏറ്റവും മഹത്തരമായ സ്വഭാവമാണ് റഹ്മത്ത്. മുസ്ലിമിൻ്റെ ഏറ്റവും, മുസ്ലിമിനങ്ങനെ നോക്കിയാൽ മനസ്സിലാവും ഒരു കാരുണ്യമുള്ള മനുഷ്യനായിരിക്കും.
അത് മുസ്ലിമിൻ്റെ ഒരു സ്വഭാവമാണ്. അൽ ജസാഉ മിൻ ജിൻസിൽ അമലി ഫമൻ റഹിമ റുഹിമ. അഥവാ നമ്മളെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ അമലിൻ്റെ കാര്യം പോലെയാണ്. അമൽ നോക്കി, അമൽ നെയ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാകുമ്പോഴോ അമലാവുള്ളൂ. അങ്ങനെ അമൽ ചെയ്യുമ്പോൾ നമുക്ക് പ്രതിഫലം കിട്ടും. ഒരാൾക്ക് റഹ്മത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് റഹ്മത്ത് ചെയ്യപ്പെടും. ആളുകൾ മുഖേനയോ അല്ലെങ്കിൽ അള്ളാഹു തആല മറ്റുള്ള ആളുകൾ വിളിച്ച് ആളുകളില്ലാത്ത റഹ്മത്ത് ചെയ്യും. നമ്മളൊന്ന് കൊടുത്താൽ പല രൂപയാണ് നമുക്ക് തിരിച്ചു കിട്ടും എന്ന് ചുരുക്കം. അൽ ഇസ്ലാമു ദീനു റഹ്മത്തിൻ വ ഇഹ്സാൻ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ റഹ്മത്തിൻ്റെ മതമാണ്. വ ഇഹ്സാൻ പരോപകാരത്തിൻ്റെ, ആളുകളോട് എപ്പോഴും ഉപകാരം ചെയ്യുന്ന അത്തരത്തിലുള്ളൊരു ദീനാണ്. പവിത്രമായ തന്മയത്വത്തോടുകൂടിയുള്ള ഒരു മഹത്തര മതം ഇസ്ലാം മാത്രമാണ്. യംബഗി അർരിഫ്ഖു ബിദ്ദുഅഫാഇ വൽ മുഹ്താജീൻ. അഥവാ ചോദിച്ചു വരുന്ന ആളുകളും പാവപ്പെട്ട ആളുകൾക്ക് പരിഗണിക്കണം, സൗമ്യമായി പെരുമാറണം. അൽ ഇഹ്സാനു ഇലൽ ഹയവാനി മിൻ ഖുലുഖിൽ ഇസ്ലാം. ഇസ്ലാമിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ഈ മിണ്ടാപ്രാണികളായ ജീവിയെ പരിഗണിക്കുക എന്നുള്ളത്. അതും ഇസ്ലാമിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഈ ഹദീസ് നമ്മത് പഠിപ്പിക്കുന്നുണ്ട്. അർ റഹ്മത്തു സബബുൻ ലി റഹ്മത്തില്ലാഹി ഫി ദുനിയ വൽ ആഖിറ. അപ്പോൾ റഹ്മത്തിൻ്റെ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടു. അവസാനമായിട്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റഹ്മത്ത് ചരിതങ്ങൾ മുഖേന നമുക്ക് പറയാം. ശത്രുക്കളോടൊപ്പം നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നു പറഞ്ഞു, നിങ്ങൾ മുശ്രിക്കീങ്ങൾക്ക് എതിരെ ദുആ ചെയ്യണേ റസൂലേ എന്ന് പറഞ്ഞു. ആ സമയത്ത് ആറ്റൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി ലം ഉബ്അസ് ലഅാനൻ, ഞാനൊരു ശപിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളല്ല. വ ഇന്നമാ ബുഇസ്തു റഹ്മ, ഞാൻ എല്ലാവർക്കും റഹ്മത്താണ്. അതാണ് മുസ്ലിമിൻ്റെ സവൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വ യദിഹി. ഒരു യഥാർത്ഥ മുസൽമാൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളോടും, അത് മുസ്ലിമായാലും അമുസ്ലിം ആവട്ടെ, ക്രൈസ്തവരാവട്ടെ, മറ്റുള്ള ആളുകളാവട്ടെ, എല്ലാവരോടും നല്ല രൂപത്തിലാവണം. നമ്മളെ വാക്കുകൊണ്ട് അവർക്കൊരു പ്രയാസം ഉണ്ടാകാൻ പറ്റില്ല. അങ്ങനത്തെ ആളാണ് യഥാർത്ഥ മുസൽമാൻ എന്നുള്ളത്. മുന്നേ ഹബീബായത്താണ് അങ്ങനത്തെ മറുപടി എടുത്തു. അതുപോലെ തന്നെ മഅൽ ഹയവാനി, ജീവികളോടൊപ്പം നിൽക്കുന്ന സമയത്തോടൊപ്പം നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ യോമൻ തായിറൻ, ഒരു പക്ഷിയെ കണ്ടു. യബ്ഹസു അൻ ഫറഹിഹി ബഅദമാ അഖദഹുമാ ബഅദുന്നാസ്. ജനങ്ങൾ ആ പക്ഷിയുടെ കുഞ്ഞിനെ എടുത്തിട്ട് ആ പക്ഷി അതിൽ വ്യസനപ്പെട്ട് പ്രയാസപ്പെട്ട് ഇങ്ങനെ പറക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, മൻ ഫജഅ ഹാദിഹി ബി വലദിഹ, ആരാണ് ഇതിനെ പ്രയാസപ്പെടുത്തിയത്, അത് ഞാൻ ഇതിനെ ദുഃഖത്തിലാക്കിയത് ആരാണെന്ന് ചോദിച്ചു. എന്നിട്ട് ഹബീബ് പറഞ്ഞ്, റുദ്ദു വലദഹ ഇലൈഹ, ആ പക്ഷിയുടെ കുഞ്ഞിനെ നിങ്ങൾ ആ പക്ഷിയുടെ തള്ളപ്പക്ഷിയിലേക്ക് മടക്കൂ എന്ന് ഹബീബായ തങ്ങളോട് പറഞ്ഞു. അത് ഹബീബായ തങ്ങളുടെ കാരുണ്യമാണ്. അതുപോലെ തന്നെ കുറച്ച് ഉറുമ്പിൻ്റെ കൂട്ടത്തെ കത്തിച്ചു കുറച്ച് ആളുകൾ. അപ്പോൾ ഇന്നഹു ല യംബഗി അൻ യുഅദ്ദിബ ബിന്നാർ ഇല്ലാ റബ്ബുന്നാർ, കത്തിക്കാൻ നരകത്തിൻ്റെ റബ്ബായ ആ റബ്ബിനല്ലാതെ വേറെ ആൾക്കും കത്തിക്കാനുള്ള അർഹത ഒന്നുമില്ല. അത് കത്തിക്കേണ്ടത് അല്ലാഹു തആലക്ക് മാത്രമേ അധികാരമുള്ളൂ. ഒരാളും ഒരു ഉറുമ്പിനെയും ഉറുമ്പിൻ കൂട്ടങ്ങളെയും കരിക്കരുത് എന്ന വാശത്തിൽ അവിടുന്ന് മറുപടി കൊടുത്തു. അതും ഈ ഹബീബായ തങ്ങളുടെ കാരുണ്യത്തിൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്ലാത്ത ആകർഷണീയമുള്ള വല്ലാത്ത സ്വഭാവമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം. അങ്ങനെ നമ്മൾ വലിയ അമലുകൾ ചെയ്ത് നമ്മുടെ അമലിൽ കൂട്ടിവെക്കേണ്ട ഒന്നാണ് കാരുണ്യം. ഒരുപാട് അമലുകളൊക്കെ ചെയ്യുമ്പോൾ, ആളുകളോട് പെരുമാറുമ്പോൾ നല്ല സൗമ്യത വേണം. അപ്പോൾ ആളുകളോട് എന്ന് മാത്രമല്ല മറ്റു ജീവികളെയും പരിഗണിക്കണം. ഇതെല്ലാം കേവലം കേൾക്കാനുള്ളതല്ല, നമ്മളെ ജീവിതത്തിൽ പയറ്റി
ഈ നമ്മുടെ ജീവിതം നല്ല റാഹത്തിലാവണം. എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുള്ള ഗുണം? നമ്മൾ റഹ്മത്ത് ചെയ്യാണ്. വല്ലാതെ ദേഷ്യം വന്ന സമയത്ത് നമ്മൾ സൗമ്യമായി പെരുമാറാണ്. ആ പെരുമാറുന്ന സമയം ഇത് എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ദൂതർ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വഭാവമാണ്. അതുകൊണ്ട് ഞാനത് ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ദേഷ്യത്തെ അടക്കി വെച്ച് ഞാൻ സൗമ്യമായി പെരുമാറാണ് എന്ന ഒരു വല്ലാത്ത ചിന്ത ഉണ്ടായാൽ, നമ്മൾ വല്ലാത്ത നീയത്തുണ്ടായാൽ എല്ലാ കാര്യങ്ങളും വലിയ പ്രതിഫലം കിട്ടുന്ന അമലായി മാറും. എല്ലാ അമലിനും പ്രതിഫലം കിട്ടുന്നത് അത് നീയത്തുകൾ കൊണ്ട് മാത്രമാണ്. നമ്മൾ അള്ളാഹു പൊരുത്തപ്പെട്ട രൂപത്തിൽ, അള്ളാഹുവിൻ്റെ റസൂല് പൊരുത്തപ്പെട്ട രൂപത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ പ്രവർത്തനങ്ങളിലും റഹ്മത്ത്, കാരുണ്യം, സൗമ്യത, ലയ്യനായി സംസാരിക്കുക, അതുപോലെ ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കേട്ടു, നമ്മൾ പഠിച്ചു, ഇതെല്ലാം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കണം. അങ്ങനെ നമുക്ക് ഹബീബായ തങ്ങൾ തൃപ്തിപ്പെട്ട നല്ല മുത്തഖീങ്ങളിൽ നമ്മളെ അല്ലാഹു തആല പെടുത്തട്ടെ. എല്ലാ ഈ റഹ്മത്ത് ചേർത്ത് വെക്കുന്നതിൻ്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു തആല നമുക്ക് എല്ലാ ഖൈറാത്തുകളും ചൊരിയട്ടെ. റഹ്മാനെ, ഞങ്ങളുടെ വാക്കുകളിലും ഞങ്ങളെ സംസാരങ്ങളിലും ഞങ്ങളുടെ പെരുമാറ്റങ്ങളിലും ഞങ്ങളുടെ സമീപനങ്ങളിലും എന്തെങ്കിലും മോശത്തരങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനെ എല്ലാം ഞങ്ങൾക്ക് പുറത്തു തരണം. ഞങ്ങൾക്കെല്ലാം പുറത്തു തരണം റഹ്മാനെ. ഞങ്ങൾക്ക് വല്ല പാകപ്പിഴവുകളൊക്കെ വന്നു പോയിട്ടുണ്ട്, അതെല്ലാം പരിഹരിച്ച് ഞങ്ങൾക്ക് നല്ലൊരു സ്വഭാവം, ഈ ഇന്ന് കേട്ട റഹ്മത്ത്, കാരുണ്യം, അജല്യ അഖ്ലാഖൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഉത്തമമായ സ്വഭാവമാണ് ഞങ്ങൾ കേട്ടു. ഇത് ഞങ്ങൾക്ക് ജീവിതത്തിൽ ചേർത്ത് വെക്കാൻ റബ്ബേ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.